മമ്മൂക്കയുടേതായിട്ട് അടുത്തതായിട്ട് തിയേറ്ററിൽ എത്താനിരിക്കുന്ന മൂവിയാണ് കളങ്കാവിൽ എന്ന് പറയുന്ന ചിത്രം. ജിതിൻ കെ ജോസ് ആണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രത്തെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു, അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മമ്മൂക്ക തൻ്റെ സിനിമാ ജീവിതം ആരംഭിച്ചിട്ട് ഇന്ന് 54 വർഷങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇന്ന് വന്ന ഏറ്റവും റിപ്പോർട്ടുകൾ പ്രകാരം മമ്മൂക്കയുടെ കളങ്കാവിൽ എന്ന് പറയുന്ന ചിത്രം ഒക്ടോബർ 9 തിയേറ്ററിൽ എത്തും എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു റിപ്പോർട്ട് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു. തിയേറ്റർ ചാർട്ടിംഗ് കാര്യങ്ങളെല്ലാം സിനിമയുടേതായിട്ട് നടന്നു വരികയാണ്. തിയേറ്ററിൽ നിന്നാണ് ഒക്ടോബർ 9 സിനിമ തിയേറ്ററിൽ എത്തുമെന്നുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കേരളത്തിന്റെ പുറത്തു നിൽക്കുന്ന മമ്മൂക്ക ഇതുവരെയും കേരളത്തിൽ എത്തിയിട്ടില്ല. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങാനിരിക്കുന്ന പാട്രിയോട്ട് എന്ന് പറയുന്ന ചിത്രത്തിൽ മമ്മൂക്കയ്ക്ക് ഇനിയും ഒട്ടനവധി രംഗങ്ങൾ ചിത്രീകരിക്കാനുണ്ട്. ഈ മാസം അവസാനം തന്നെ മഹേഷ് നാരായണൻ ചിത്രത്തിൽ മമ്മൂക്ക ജോയിൻ ചെയ്യുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. അതോടൊപ്പം തന്നെ ജിതിൻ കെ ജോസ് ആണ് നമ്മുടെ കളങ്കാവിൽ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കളങ്കാവിൽ എന്ന് പറയുന്ന ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായിട്ട് തന്നെയാണ് ജിതിൻ കെ ജോസിന്റെ അത്തരത്തിലുള്ള ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നു തുടങ്ങിയിരിക്കുന്നത്. അദ്ദേഹം കളങ്കാവിൽ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇതൊരു ക്രൈം സ്റ്റോറിയാണെന്നും തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണെന്നും. കുറിപ്പ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായിരുന്നു ജിതിൻ കെ ജോസ്. അദ്ദേഹം ആ ഒരു സിനിമയുടെ ടെക്നിക്കൽ സൈഡിലും AD ആയിട്ടെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ കളങ്കാവിൽ എന്ന് പറയുന്ന ചിത്രം സംഭവിക്കുമെന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഷൂട്ട് കാര്യങ്ങളെല്ലാം ആരംഭിക്കാൻ ഇത്തിരി സമയം എടുത്തു എന്നൊക്കെയാണ് ജിതിൻ കെ ജോസ് പുതിയൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. അവതാരകന്റെ അടുത്ത് നിന്നും ഇത്തരത്തിലുള്ള ചോദ്യം കൂടെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലെ മമ്മൂക്കയുടെ പ്രകടനം ഇന്ത്യൻ സിനിമ ഒട്ടാകെ വലിയ രീതിയിൽ ചർച്ച ചെയ്യൂ. അതിനുശേഷം തിയേറ്ററിലെത്തിയ മമ്മൂക്ക സിനിമകളായിരുന്നു ഡൊമിനിക് ആൻഡ് ദ ലേഡി സ്പേസ്, ബസൂക്ക. ഈ ചിത്രങ്ങളിലെ മമ്മൂക്കയുടെ പ്രകടനങ്ങൾക്കൊന്നും വലിയൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന കളങ്കാവിൽ എന്ന് പറയുന്ന താങ്കളുടെ ചിത്രത്തിൽ മമ്മൂക്കയുടെ പ്രകടനം ചർച്ചയാവുമോ എന്നുള്ള ചോദ്യത്തിന് ജിതിൻ കെ ജോസ് നൽകിയ മറുപടി സിനിമ തിയേറ്ററിൽ എത്തട്ടെ, ചർച്ചയാവാനുള്ള സാധ്യത ഉണ്ട് എന്നും കൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നു. കാത്തിരിക്കൂ സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട്. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.